തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ പോലീസ് മേധാവിക്ക് അമ്മ പരാതി നൽകി. കുട്ടി സ്കൂളിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയായതായാണ് പരാതി. സഹപാഠികളിൽ നിന്ന് കുട്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കുട്ടി പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് പരാതി. അമൽ പാടിച്ചാൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അമൽ, ഈ പരാതിയിലുള്ളത് ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പോലീസ് മേധാവിക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മ പരാതി നൽകിയിട്ടുള്ളത്. ജനുവരി മാസം 15-ാം തീയതിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി താമസിച്ചിരുന്ന ഈ ഒരു ഫ്ലാറ്റിൻ്റെ 26-ാം നിലയിൽ നിന്നും കുട്ടി ചാടി മരിക്കുകയായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ഈ ഒരു കുട്ടിയുടെ കുടുംബം അറിഞ്ഞിട്ടുണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ കുട്ടിക്ക് സഹപാഠികളിൽ നിന്നും ക്രൂരമായ രീതിയിലുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും ഈ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സഹപാഠികളിൽ നിന്നും, അതായത് കുട്ടി മറ്റൊരു സ്കൂളിൽ നിന്നും ഈ സ്കൂളിലേക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു മാസം മുൻപേ ആണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ നിറത്തിൻ്റെ പേര് പറഞ്ഞ് കുട്ടിയെ ഒരുപാട് കളിയാക്കുന്നു. ഒപ്പം തന്നെ ഈ കുട്ടിയെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോവുകയും ഈ ക്ലോസറ്റിനകത്തേക്ക് തല വെച്ച് അവിടെ ഫ്ലഷ് ചെയ്യുന്നു, ഈ ക്ലോസറ്റ് നക്കിപ്പിക്കുന്നു. അത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനമായിരുന്നു ഈ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. ഈ കുട്ടി ജീവനൊടുക്കിയ ആ ഒരു ദിവസം പോലും ക്രൂരമായ രീതിയിലുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ മരണത്തിന് ശേഷം പിന്നീട് സഹപാഠികളിൽ നിന്നുമാണ് ഈ കുട്ടിയുടെ കുടുംബം ഇത്തരത്തിൽ ഈ ഒരു പീഡനത്തിന് ഇരയായി എന്ന കാര്യം അറിയുന്നത്. അതായത് ഇവരുടെ ഈ ഒരു ഇതിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നോ അമൽ? അങ്ങനെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതോ അവരറിഞ്ഞില്ല, കുട്ടികൾ പറഞ്ഞു പിന്നീട് മാതാപിതാക്കൾ അറിയുകയായിരുന്നു എന്നുള്ളതാണോ? ഈ നൽകിയ പരാതിയിൽ ഈ സ്കൂളിനെതിരെയും ശക്തമായ രീതിയിലുള്ള ഒരു പരാതി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇത്തരത്തിൽ ഈ ഒരു മരണം, അല്ലെങ്കിൽ കൊലപാതകം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അത്തരത്തിൽ ഈ ഒരു മരണം ഉണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു കേസ് കൊടുക്കാം എന്ന് മാത്രമാണ് ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിലപാട്. അല്ലാതെ ഈ കുട്ടികൾക്കെതിരെ, അതായത് സഹപാഠികളാണ് ഇത്തരത്തിൽ റാഗിങ് നടത്തിയത്, ഇവർക്കെതിരെ തക്കതായ രീതിയിലുള്ള ഒരു നടപടിയും എടുക്കാൻ അവർ മുതിർന്നിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഒപ്പം തന്നെ ഈ സ്കൂളിന്റെ പേര് പുറത്തുവിടാൻ വേണ്ടി പാടില്ല എന്നും ഈ രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളിനെ മോശമായി ബാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിക്രൂരമായ പീഡനം ഈ കുട്ടി സ്കൂളിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിലുള്ളത്. അതിന്റെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് അമ്മ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അമൽ പാടിച്ചാൽ വിവരങ്ങൾ നൽകിയത്.